അങ്ങ് ദൂരെ ആ ഫ്രെയിമിലേക്ക് ഒന്ന് നോക്കിക്കേ. നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന ആ കാഴ്ച കണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ വലിയ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഉള്ളതുപോലെ ദോഹയിലെ കോടീശ്വരന്മാരുടെ ലക്ഷറി ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും പാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കിടിലൻ ബോട്ട് പാർക്കിംഗ് ഏരിയ ആണത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കോടികൾ വിലമതിക്കുന്ന അഡാർ അറ്റം ബോട്ടുകളാണ് അവിടെ ലൈൻ ഒപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഉടമസ്ഥർ വൈകുന്നേരങ്ങളിലും വീക്കെൻഡുകളിലും വന്ന് ഈ ബോട്ടുമെടുത്ത് കടലിലേക്ക് ഒരു റൈഡ് പോകും. ആലോചിച്ചു നോക്കുമ്പോൾ തന്നെ ഒരു ലാവീഷ് ലൈഫ് അല്ലേ? അതിന്റെ തൊട്ടുമുന്നിൽ ദാ നമ്മുടെ ഒരു മച്ചാൻ ജെറ്റ് സ്കീയും കൊണ്ട് വെള്ളത്തെ കീറിമുറിച്ച് പാഞ്ഞു പോകുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ കോടികളുടെ ബോട്ടുകളും മുന്നിൽ ഇതുപോലെ തകർപ്പൻ വാട്ടർ റൈഡുകളും. കടലിന്റെ ഓളങ്ങളെ കീറിമുറിച്ച് കാറ്റിനോട് മത്സരിച്ച് വെള്ളത്തിനു മുകളിലൂടെ ഒരു മാസ് എൻട്രി. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് വാട്ടർ സ്പോർട്സ് പ്രേമികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ജെറ്റ് സ്കീയിങ്ങിനെ കുറിച്ചാണ്. ദൂരെ നോക്കുമ്പോൾ ഒരു ബൈക്ക് ഓടിക്കുന്നതുപോലെ സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും വെള്ളത്തിനു മുകളിലൂടെ മണിക്കൂറിൽ 60-70 കിലോമീറ്റർ വേഗതയിൽ പായുമ്പോൾ കിട്ടുന്ന ആ ഒരു അഡ്രിനാലിൻ റഷ്, അത് അനുഭവിച്ചു തന്നെ അറിയണം. കാണുന്നതുപോലെ അത്ര നിസ്സാരമല്ല ഇതിന്റെ റൈഡിംഗ് കേട്ടോ. ലൈഫ് ജാക്കറ്റ് ഉള്ളതുകൊണ്ട് മുങ്ങിപ്പോകില്ലെങ്കിലും ബേസിക് ആയി നീന്താൻ അറിയുന്നവർക്കും നല്ല ബാലൻസിംഗ് സ്കിൽ ഉള്ളവർക്കും ഇത് കൂടുതൽ കോൺഫിഡൻസോടെ ഓടിക്കാൻ പറ്റും. ബൈക്ക് ഓടിക്കുന്നതുപോലെ ഇരുന്നുകൊണ്ട് ഓടിക്കാൻ പറ്റുന്ന സിറ്റ് ഡൗൺ മോഡൽ ജെറ്റ് സ്കീകളാണ് നമ്മൾ ബീച്ചുകളിൽ സാധാരണയായി കാണാറുള്ളത്. എന്നാൽ പ്രൊഫഷണലുകൾ സാഹസിക പ്രകടനങ്ങൾക്കായി എഴുന്നേറ്റുനിന്ന് ഓടിക്കുന്ന സ്റ്റാൻഡ് അപ്പ് മോഡലുകളും ഉപയോഗിക്കാറുണ്ട്. ബൈക്ക് ഓടിക്കുന്നത് പോലെ തന്നെ ഹാൻഡിൽ ബാറുകളിൽ പിടിച്ചാണ് ഇത് നിയന്ത്രിക്കുന്നത്. ഒരു സ്റ്റാർട്ട് ബട്ടൺ അമർത്തി എഞ്ചിൻ ഓൺ ചെയ്യാം. പിന്നെ വലതുവശത്തെ ഹാൻഡിലുള്ള ലിവർ അമർത്തുമ്പോൾ വാഹനം മുന്നോട്ട് കുതിക്കും. ബോട്ടിന്റെ അടിയിലുള്ള ഇംപെല്ലർ എന്ന സംവിധാനം വഴി വെള്ളം ശക്തമായി പിന്നോട്ട് പമ്പ് ചെയ്താണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത്. അതിനാൽ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ മാത്രമേ ജെറ്റ് സ്കീ നമുക്ക് തിരിക്കാൻ സാധിക്കൂ. ആക്സിലറേഷൻ പൂർണ്ണമായി നിർത്തിയാൽ ഹാൻഡിൽ തിരിച്ചാലും വണ്ടി തിരിയില്ല. ഇതിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായും വലിയ അപകടങ്ങൾ സംഭവിക്കാം. തുടക്കക്കാർ പെട്ടെന്ന് പേടിച്ച് ആക്സിലറേറ്റർ വിട്ടുകളയുമ്പോൾ തിരിക്കാൻ പറ്റാതെ വരികയും മുന്നിലുള്ള മറ്റ് ബോട്ടുകളിലോ ജെറ്റുകളിലോ പോയി ഇടിക്കുകയും ചെയ്യാറുണ്ട്. ഉയർന്ന വേഗതയിൽ പെട്ടെന്ന് തിരിക്കാൻ നോക്കിയാൽ ജെറ്റ് സ്കീ മറിയാനും വെള്ളത്തിലേക്ക് തെറിച്ചു വീഴാനും സാധ്യതയുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മനോഹരമായ ഒരു വുഡൻ നടപ്പാതയിലാണ്. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ച ഈ പാതയിലൂടെ കടലിന്റെ ഓളങ്ങൾ കണ്ടുകൊണ്ടുള്ള ഒരു നടത്തം ശരിക്കും സമാധാനപരമായ ഒരനുഭവമാണ്. നോക്കൂ, ഈ പാതയിലുടനീളം കരുത്തുറ്റ വലിയ പില്ലറുകൾ കാണാൻ സാധിക്കും. കോൺക്രീറ്റും സ്റ്റീലുമൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വണ്ണമുള്ള പില്ലറുകളാണ് ഈ നടപ്പാതയ്ക്ക് ആവശ്യമായ കരുത്തും സ്ഥിരതയും നൽകുന്നത്. കടൽ വെള്ളത്തിന്റെ ശക്തിയെ താങ്ങി നിർത്താൻ ഇവയ്ക്ക് കഴിയുന്നു. ഇതിന്റെ ഇരുവശത്തും നല്ല സുരക്ഷ ഉറപ്പാക്കുന്ന മെറ്റൽ റെയിലിംഗുകളും സ്ഥാപിച്ചിട്ടുണ്ട്.